എപ്പിസോഡ് 5 തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വെനസ്ഡേ കോമയിൽ കിടക്കുന്നതാണ്. അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോഴാണ് അച്ഛനായിട്ടുള്ള ഗോമസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഗോമസിന്റെ കൂടെ തന്നെ തിങ്ങുമുണ്ട് കേട്ടോ. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വെനസ്ഡേ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. റൂമിലിപ്പോ പഴയ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ലാരിസ വിംസിനെ അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതും ഒരു നഴ്സിന്റെ വേഷത്തില്. എന്താ ഈ നടക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മറ്റേതോ ലോകത്തിലേക്ക് എത്തിപ്പെട്ട പോലെയാണ് വെനസ്ഡേക്ക് ഇപ്പോൾ തോന്നുന്നത്. വീണ്ടും ലാരിസ വിംസ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഞാനാണ് നിന്റെ സ്പിരിച്വൽ ഗൈഡ്. വെനസ്ഡേ അപ്പ തന്നെ ലാരിസ വിംസിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ യാതൊരുവിധ ബ്ലഡ് റിലേഷനും ഇല്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലെന്ന്? നീ എന്റെ 13ാമത്തെ കസിനാണ്. ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്തു വെനസ്ഡേ. ഒന്നാമത് ടൈലറിനെ വിലോ ഹില്ലിൽ നിന്നും പുറത്തു ചാടിച്ചു. ഇപ്പൊ അവിടെ എന്തൊക്കെയാ നടക്കുന്നത് നിനക്ക് വല്ല പിടിയുമുണ്ടോ? ലാരിസ വിംസ് വീണ്ടും വെനസ്ഡേയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെനസ്ഡേ പറയുന്നുണ്ട്, എനിക്ക് ഈ ലെക്ചറിംഗ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല, എന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം. പിന്നീട് കാണിക്കുന്നത് ജൂഡി നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ്. ഡോക്ടർ ഫെയർബേണിനെയും അതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസിനെയൊക്കെ നമുക്ക് നഷ്ടമായി എന്നൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് ജൂഡി പറയുന്നത്. അതിനുശേഷം ഓഫീസർ സാന്റിയാഗോ അങ്ങോട്ടേക്ക് വന്നിട്ട് വിലോ ഹില്ലിൽ നിന്നും ഈ 3 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഫെസ്റ്റർ ആഡംസ്, ജോൺ ഡോ, അതുപോലെ തന്നെ ടൈലർ. ഈ 3 പേരും ഭയങ്കര ഡേഞ്ചറസ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കണം. വെനസ്ഡേ കോമയിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് സാന്റിയാഗോ എന്ന് പറയുന്ന ഈ ഒരു ഓഫീസറിന്റെ ഫോണിലേക്ക് അപ്പോൾ തന്നെ ഒരു മെസ്സേജ് വരുന്നു. ഈ വിവരം ജൂഡിയും അറിയുന്നുണ്ട്. പക്ഷെ ജൂഡിയുടെ മുഖം മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നുണ്ട്. ഇവളുടെ എല്ലാ തട്ടിപ്പുകളും പുറത്താവുമെന്നുള്ള നല്ല പേടി ജൂഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഒരു ശിങ്കിടിയെ വിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ബോഡീസ് ഒക്കെ അവൾ മാറ്റുന്നു. ശിങ്കിടി ഇപ്പോ നമ്മുടെ ജൂഡിയെ വിളിച്ചൊരു കാര്യം പറയുന്നുണ്ട്. പേഷ്യന്റ് 938നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന്. സീസൺ 2 പാർട്ട് 1 കണ്ടവർക്കറിയാം, അവസാനത്തെ എപ്പിസോഡിൽ വെനസ്ഡേ വിലോ ഹില്ലിൽ നിന്നും രക്ഷിച്ച ആ ഒരു സ്ത്രീ തന്നെയാണത്. പിന്നീട് കാണിക്കുന്നത് ജെറിക്കോ ജനറൽ ഹോസ്പിറ്റലാണ്. അവിടേക്ക് നമ്മുടെ ജൂഡി ഇപ്പൊ കുറച്ച് പൂക്കളുമായിട്ട് വെനസ്ഡേ കാണാൻ വരികയാണ്. വെനസ്ഡേ സോപ്പിടാനായിട്ടാണ് ജൂഡി അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ജൂഡിയെ കണ്ടതും വെനസ്ഡേ ഒരു കാര്യം ചോദിച്ചു, ഈ പേഷ്യന്റ് 938 ആരാണ്? ജൂഡി പകച്ചു നിൽക്കുമ്പോൾ തന്നെ വെനസ്ഡേ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വെനസ്ഡേ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നഴ്സ് വന്നിട്ട് അവളുടെ കയ്യിൽ ഒരു ബൊക്കയും ഒരു കാർഡും കൊടുക്കുന്നുണ്ട്. അതിൽ മറ്റൊന്നുമല്ല എഴുതിയിരിക്കുന്നത്, ഇന്ന് രാത്രി തന്നെ വെനസ്ഡേയും എനിഡും മരിക്കുമെന്നാണ്. അവൾ അത് മടക്കി വെച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ ടൈലർ അവളുടെ ഫ്രണ്ടിലായിട്ട് അങ്ങ് അകലെ നിൽക്കുന്നുണ്ട്. അവൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കിയെങ്കിലും അവൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. വെനസ്ഡേ ഒരുപാട് തെരഞ്ഞു നോക്കിയെങ്കിലും കണ്ടില്ല. പക്ഷെ നമ്മുടെ ടൈലറിന്റെ മുഖത്ത് നല്ല പേടിയും ക്ഷീണവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് കാണിക്കുന്നത് ബിയാങ്കയെയും അജാക്സിനെയുമാണ്. ബിയാങ്കയുടെ അമ്മയെ ഇപ്പോ അവിടെയുള്ള ഒരു ക്ലാസ് മുറിയിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പ്രശ്നവും വരാതെ നമുക്ക് നോക്കാമെന്ന് അജാക്സ് ബിയാങ്കയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്നും വെനസ്ഡേ നേരെ പോകുന്നത് എനിഡിന്റെ അടുത്തേക്കാണ്. വെനസ്ഡേ വീണ്ടും ആ മുറിയിൽ വെച്ച് ലാരിസ വിംസിനെ കാണുന്നുണ്ട്. എന്താ ഇവിടെ കാര്യം? ഞാൻ നിന്റെ പരിപാടികൾ എന്തെന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണെന്ന് ലാരിസ വിംസ് വെനസ്ഡേയോട് പറയുന്നു. ഇവളെന്താ ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ എന്നാണ് നമ്മുടെ എനിഡ് വിചാരിക്കുന്നത്. വെനസ്ഡേ അപ്പോ എനിഡിനോട് പറഞ്ഞു, ടൈലർ ഇപ്പോഴും ജീവനോടെയുണ്ട്. ടൈലറിന് ഒരുപാട് വെടികൊണ്ടു, ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകും എന്നൊക്കെയാണ് സാന്റിയാഗോ എന്ന് പറയുന്ന ഓഫീസർ പറഞ്ഞത്. അതൊന്നും സത്യമല്ല, ഞാൻ ടൈലറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വെനസ്ഡേയെ പിന്തുടർന്നുകൊണ്ട് ഇപ്പോഴും ലാരിസ വിംസ് വരുന്നുണ്ട്. അങ്ങനെ ഇവരിപ്പോ കോളേജിന്റെ പുറത്തേക്ക് എത്തി. അവിടെ വെച്ച് ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോട്ടിനെ നമ്മുടെ ലാരിസ വിംസ് കാണുമ്പോൾ, ഇയാളാണോ ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ? ഇന്ന് രാത്രി ഒരു പരിപാടി നടക്കാനായിട്ട് പോവുകയാണ്. അതായത് മരിച്ചുപോയ ഔട്ട്കാസ്റ്റുകളുടെ ഓർമ്മയ്ക്കായിട്ട് നെവർമോർ സെമിത്തേരിയിലേക്ക് ഒരു ചെറിയ റാലി നടത്തുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പ്രിൻസിപ്പൽ ഡോട്ട് ഇപ്പൊ എല്ലാ കുട്ടികളോടും പറയുന്നത്. വെനസ്ഡേ പ്രിൻസിപ്പൽ ഡോട്ടിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനൊരു പരിപാടിയുടെ ആവശ്യം ഇപ്പോഴുണ്ടോ? വെനസ്ഡേ നീ പേടിക്കണ്ട, നമ്മളിവിടെ ഒരുപാട് ഔട്ട്കാസ്റ്റുകളില്ലേ, അവൻ വന്നാൽ തടയാവുന്ന എല്ലാ ശക്തികളും നമ്മൾക്കില്ലേ. നീ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പരിപാടി ക്യാൻസൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. മാത്രമല്ല നമ്മുടെ കോളേജിലേക്ക് ഒരുപാട് ഫണ്ടുകളൊക്കെ ഇനിയും വരാനുണ്ട്. മറുവശത്ത് നമ്മുടെ പക്സ്ലി ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. സ്ലർപ്പ് കൂട്ടനെ എങ്ങനെ തിരിച്ചു പിടിക്കും എന്നാണ് പക്സ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അച്ഛനായിട്ടുള്ള ഗോമസ് അവന്റെ അടുത്തേക്ക് വരുന്നത്. ഇവന്റെ മനസ്സ് നന്നായി അറിയാവുന്ന ഗോമസ് അപ്പൊ തന്നെ പറയുന്നുണ്ട്, നമുക്ക് അച്ഛനും മോനും ഒരു ചെറിയ അഡ്വഞ്ചർ ആയാലോ, സ്ലർപ്പിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പക്സ്ലിയോട് അവന്റെ അച്ഛനായിട്ടുള്ള ഗോമസ് പറയുന്നു. ഇത് കേട്ടതും പക്സ്ലിക്ക് ഒരുപാട് സന്തോഷമാവുന്നു. മറുവശത്ത് നമ്മുടെ ജൂഡിയുടെ ശിങ്കിടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു തോക്കും പിടിച്ചുകൊണ്ട് കാട് മൊത്തം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്തുള്ള ഒരു ഡ്രെയിനേജിലാണ് നമ്മുടെ ടൈലർ ഇരിക്കുന്നത്. അവന്റെ അടുത്തേക്ക് ഇപ്പൊ ഒരു വിഷൻ എന്ന രീതിയിൽ അവന്റെ മരിച്ചുപോയ അച്ഛൻ വരുന്നുണ്ട്. എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ ഇവിടുന്ന് പോ, എനിക്ക് സ്വസ്ഥതയും സൗകര്യം എന്താ എന്നൊക്കെ പറഞ്ഞ് ടൈലർ ഇപ്പോ അലറി വിളിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ജൂഡിയുടെ ശിങ്കിടി തോക്കും പിടിച്ചുകൊണ്ട് വരുന്നത്. അവൻ ആദ്യം ഒരു വെള്ളത്തിൽ എന്തോ അനക്കം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് വെടിവെച്ചു. പിന്നീട് പുറംതിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഹൈഡ്
അതായത് നമ്മുടെ ടൈലർ ഹൈഡായി മാറിയിട്ട് വെള്ളത്തിനടിയിൽ നിന്ന് വരികയാണ്. അങ്ങനെ ജൂഡിയുടെ ചിങ്കിടിയുടെ കഥ തീരുകയാണ്. ഈ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ സ്ലർപ്പ് കുട്ടനും വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് ടീച്ചർ ആയിട്ടുള്ള ഇസഡോറയുടെ അടുത്തേക്ക് വെനസ്ഡേ പോകുന്നതാണ്. ഇസഡോറയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആൽഫി ഒരു ഹൈഡായിരുന്നു. ഹൈഡുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇസഡോറയോട് ഇപ്പൊ നമ്മുടെ വെനസ്ഡേ ചോദിച്ചറിയുന്നു. ഹൈഡുകൾക്ക് അവരുടെ മാസ്റ്റർ ഇല്ലാതെ ഒട്ടും പറ്റില്ല. അതായത് അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. പെൺ ഹൈഡുകൾക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ആൺ ഹൈഡുകൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇസഡോറയെ ആക്രമിക്കുന്നതിനിടയിലാണ് ഹൈഡായിട്ടുള്ള ആൽഫി അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അന്നത്തെ ദിവസം ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് ഇസഡോറ ഇപ്പൊ വെനസ്ഡേയോട് പറയുന്നത്. നേരത്തെ ടൈലർ ആക്രമിച്ച ആ ഒരു ശിങ്കിടിയുടെ മൃതദേഹം ഇപ്പൊ സ്ലർപ്പ് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പേഷ്യൻ 938ന്റെ ഫോട്ടോ അയാളിൽ നിന്ന് നമ്മുടെ സ്ലർപ്പ് കണ്ടെടുക്കുന്നത്. അവൻ കുറെ നേരം അത് തന്നെ നോക്കി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വെനസ്ഡേ തോൺഹില്ലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുന്നതാണ്. അവളുടെ അടുത്ത് തന്നെ ലാരിസ വീംസും ഉണ്ട്. വെനസ്ഡേയും ലാരിസ വീംസും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെനസ്ഡേയുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ അങ്ങോട്ടേക്ക് വരുന്നത്. മോർട്ടീഷ്യ അപ്പ തന്നെ വെനസ്ഡേയോട് പറയുന്നുണ്ട്, മോളെ എനിക്കിവിടെ മറ്റാരുടെയോ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നു. പണ്ട് ഞാൻ ലാരിസ വീംസിന്റെ മുറിയിലേക്ക് പോയപ്പോഴും ഇതേ സ്മെല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കേട്ടതും ലാരിസ വീംസിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. പുള്ളിക്കാരി അപ്പ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബുക്ക് തിരിച്ചിട്ട് ഇപ്പൊ മോർട്ടീഷ്യയുടെ അടുത്തേക്ക് ആക്കുന്നു. മോർട്ടീഷ്യ ആ ഒരു ബുക്ക് എടുത്തു നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതൊരു ഓർഗാനിക് കെമിസ്ട്രി ഫോർമുലയാണല്ലോ, അതും തോൺഹില്ലിന്റെ ഈ ഒരു ബുക്കില് ടൈലർ ഗാൽപ്പിനുമായിട്ട് എന്തായാലും അതിന് ബന്ധമുണ്ടായിരിക്കും. പിന്നീട് കാണിക്കുന്നത് എനിഡിനെയും ബ്രൂണോയുമാണ്. എനിഡിനോട് ഇപ്പൊ ബ്രൂണോ പറയുന്നുണ്ട്, നിനക്കൊരിക്കലും ടൈലറിനെ ഒറ്റയ്ക്ക് നേരിടാനായിട്ട് കഴിയില്ല. ഇപ്പൊ എനിഡിനും ചെറുതായിട്ടൊക്കെ പേടി വരുന്നുണ്ട്. അവൾ ഓടിപ്പോയിട്ട് തിങ്ങിനോട് കാര്യം പറയുന്നു. നൈറ്റ് ഷെയ്ഡ്സിനെ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് തിങ്ങിനോട് ആവശ്യപ്പെടുന്നു. ഒരു ചെറിയ മീറ്റിംഗ് അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഇപ്പൊ അജാക്സിന്റെ ബാഗിലും തിങ്ങ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ആഗ്നസ് കാണുന്നുണ്ടായിരുന്നു. മറുവശത്ത് കൊടുങ്കാട്ടില് നമ്മുടെ പക്സ്ലിയും അവന്റെ അച്ഛനായിട്ടുള്ള ഗോമസും 4 മണിക്കൂറിൽ അധികമായിട്ട് ഇപ്പോ സ്ലർപ്പിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ പൊടി പോലും ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് ഒരുപാട് പേര് പിൽഗ്രിംസ് വേൾഡിലേക്ക് പോകുന്നത് ഇവർ കാണുന്നത്. അങ്ങനെ അച്ഛനും മോനും കൂടി അതിന് പോകുന്നു. അമ്മയോട് പറയരുതെന്ന് പ്രത്യേകം ഗോമസ് തന്റെ മകനായിട്ടുള്ള പക്സ്ലിയോട് പറയുന്നുണ്ട്. ഇവർ പോകുന്നതെല്ലാം തന്നെ നമ്മുടെ സോംബി ആയിട്ടുള്ള സ്ലർപ്പും കാണുന്നു. പിന്നീട് കാണിക്കുന്നത് നേരത്തെ ഹൈഡായിട്ടുള്ള നമ്മുടെ ടൈലർ ഒരുത്തനെ തീർത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ പരിശോധന നടത്തുന്ന സാന്റിയോഗയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയുമാണ്. ടൈലറും ഈ ഒരു സോംബിയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്നാണ് ഇപ്പൊ ഈ ഒരു പോലീസുകാരൻ സംശയം പറയുന്നത്. അടുത്തിടെ നടന്ന ഒരുപാട് മരണങ്ങളിലെ വിക്ടിംസിന്റെ അവസ്ഥ സെയിം കണ്ടീഷനിലായിരുന്നു. അതായത് അവരുടെയൊക്കെ ബ്രെയിൻ എടുത്ത് കഴിക്കുമായിരുന്നല്ലോ നമ്മുടെ സ്ലർപ്പ് സോംബി. പിന്നീട് കാണിക്കുന്നത് പേഷ്യൻ 938നെയാണ്. പുള്ളിക്കാരി ഇപ്പൊ റേഡിയോയിൽ ന്യൂസ് ഒക്കെ കേട്ടിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ്. ഇതേ സമയം നമ്മുടെ പക്സ്ലിയും അവന്റെ അച്ഛനായിട്ടുള്ള ഗോമസും കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സെന്യോരിറ്റ എന്ന് പറയുന്ന ഒരു യുവതി ഇപ്പൊ ഇവരെ വന്ന് വെൽക്കം ചെയ്യുകയാണ്. പഴയ ഒരു മെക്സിക്കോ നിങ്ങൾക്ക് ഇവിടെ കാണാനാകും. എല്ലാവരും പലതരത്തിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലർപ്പ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഓ എന്തൊരു അടിപൊളി കോസ്റ്റ്യൂം ആടവേ. പക്ഷെ നമ്മുടെ സ്ലർപ്പ് സോംബി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആൾക്കാരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് നടന്നു പോകുന്നു. മറുവശത്ത് വെനസ്ഡേ ആകട്ടെ തോൺഹില്ലിന്റെ ആ ഒരു ഓർഗാനിക് കെമിസ്ട്രി ഫോർമുലയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആഗ്നസ് വന്നിട്ട് ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇയാഗോ ടവറിലേക്ക് എത്തിച്ചേരാനായിട്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെനസ്ഡേയും അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഇയാഗോ ടവറിലേക്ക് എനിഡും ബിയാങ്കയും അജാക്സും ബ്രൂണോയും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വെനസ്ഡേ വന്നതോട് കൂടിയിട്ട് ഇപ്പൊ ഒരു ടീം തന്നെ രൂപപ്പെട്ടു. എന്നിട്ടപ്പ വെനസ്ഡേയോട് ചോദിക്കുന്നുണ്ട്, അവനെ കൊല്ലാനാണോ നിന്റെ പ്ലാൻ എന്ന്? അല്ല, അവനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നതെന്ന് വെനസ്ഡേ ഇപ്പോ എല്ലാവരോടുമായിട്ട് പറയുന്നു. ഇതും പറഞ്ഞ് നമ്മുടെ വെനസ്ഡേ നേരെ പോകുന്നത് ലാബിലേക്കാണ്. അവിടെ പോയിട്ട് തോൺഹില്ലിന്റെ ബുക്കിലുണ്ടായിരുന്ന ആ ഒരു ഓർഗാനിക് കെമിസ്ട്രി ഫോർമുല അനുസരിച്ചിട്ടുള്ള എന്തൊക്കെയോ സാധനം അവൾ ഉണ്ടാക്കുന്നു. അത് തടയാനായിട്ട് ലാരിസ വീംസ് ഇപ്പൊ അവിടെ വന്നിട്ട് പല കാര്യങ്ങളും നമ്മുടെ വെനസ്ഡേയോട് പറയുന്നുണ്ട്. നിനക്ക് അവനോട് ഇപ്പോഴും ഇഷ്ടമുണ്ട്, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്യുന്ന? ഒരിക്കലുമില്ല, എനിക്ക് അവനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. എൻഡ് ഓഫ് സ്റ്റോറി. തൽക്കാലം അമ്മച്ചി ഇവിടുന്ന് ചെല്ലാൻ നോക്ക്, ഞാൻ എന്റെ പണിയെടുക്കട്ടെ എന്നാണ് വെനസ്ഡേ പറയുന്നത്. ചുരുക്കി പറഞ്ഞ നമ്മുടെ ടൈലറിന്റെ മാസ്റ്റർ ആവാൻ ശ്രമിക്കുകയാണ് വെനസ്ഡേ. കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ടായിരുന്നു. അതിനുള്ളിലേക്ക് ഇപ്പൊ നമ്മുടെ സ്ലർപ്പ് കയറി ചെല്ലുന്നുണ്ട്. സ്ലർപ്പ് ആകട്ടെ എല്ലാവരെയും തട്ടിയാണ് നടക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവനെ തല്ലാനായിട്ട് ഓങ്ങി. പക്ഷേ സ്ലർപ്പിന്റെ തനി ഗുണം അവൻ കാണിച്ചു. അയാളെ കടിച്ചു കീറാനായിട്ട് തുടങ്ങിയതും ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ആളുകളൊക്കെ ഓടാൻ തുടങ്ങിയതും നേരത്തെ നമ്മുടെ ഗോമ
ഗോമസിനെയും പക്സ്ലിനെയും വെൽക്കം ചെയ്തൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, സീനിയോരിറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളിക്കാരി വന്നിട്ട് എന്താണ് കാര്യം എന്ന് അറിയാനായിട്ട് ഉള്ളിലേക്ക് കയറി. നമ്മുടെ സ്ലർപ്പിന്റെ നാവ് കണ്ടപ്പോ തന്നെ പുള്ളിക്കാരി പേടിച്ചലറിക്കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. പോലീസുകാരെല്ലാരും തന്നെ നെവർമോർ അക്കാദമിയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഇന്നൊരു ചടങ്ങ് നടക്കാനായിട്ട് പോവുകയാണല്ലോ. പക്ഷെ ഈ ഒരു പിൽഗ്രിംസ് വേൾഡിൽ നിന്നും ഒരുപാട് മൾട്ടിപ്പിൾ കോൾസ്, ഇപ്പൊ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ ഫോൺ കോൾസ് ഒക്കെ വന്നോട് കൂടിയിട്ട് പോലീസുകാരൊക്കെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ടൈലർ ഈ മതിലൊക്കെ ചാടി കടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതും കാണാം. കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ പോലീസ് ഇപ്പൊ ആ ഒരു ഹോണ്ടഡ് ഹൗസിന് ചുറ്റിലുമായിട്ട് വളഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ പക്സ്ലി ഇപ്പോ ആ ഒരു ഹോണ്ടഡ് ഹൗസിലേക്ക് കയറി പോകുന്നുണ്ട്. അച്ഛനായിട്ടുള്ള ഗോമസ് പുറത്ത് നിൽക്കുകയാണ്. പക്സ്ലിയെ പേടിപ്പിക്കാനായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രേതം വന്നു. അവൻ അപ്പൊ തന്നെ അതിനെ ഷോക്ക് അടിപ്പിച്ച് നശിപ്പിച്ച് കളയുകയാണ്. അവൻ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സ്ലർപ്പിനെ കണ്ടുമുട്ടുന്നു. സ്ലർപ്പ് ആകട്ടെ ഇപ്പൊ നമ്മുടെ പക്സ്ലിയോട്, ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ, ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, അവന്മാരെ എന്നെ പിടിച്ചോണ്ട് പോയാൽ പിന്നെ നിനക്ക് എന്നെ കാണാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ പക്സ്ലി ഒന്നും തന്നെ പറയുന്നില്ല. ആ ഒരു ഹോണ്ടഡ് ഹൗസിന്റെ പുറകുവശത്തൂടിയാണ് ഇപ്പൊ സ്ലർപ്പ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇതെല്ലാം പുറത്തു നിന്നിരുന്ന ഗോമസ് കാണുന്നുണ്ട്. ഗോമസ് പക്ഷേ അവനെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് സ്ലർപ്പിനുമുള്ളത്. സ്ലർപ്പും ഗോമസിനെ കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. പോലീസുകാരെ നോക്കിയതിനു ശേഷം ഗോമസ് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് സ്ലർപ്പിനെ കാണില്ല. അവിടെ നിന്നും സ്ലർപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഹോണ്ടഡ് ഹൗസിൽ നിന്നും തിരിച്ചെത്തിയ പക്സ്ലി ആകട്ടെ അച്ഛനോട് കള്ളം പറയുകയാണ്. സ്ലർപ്പിനെ ഞാൻ അവിടെ എവിടെയും കണ്ടില്ല, പക്ഷെ എന്താണ് യാഥാർത്ഥ്യമെന്ന് അച്ഛൻ അറിയാം. പിന്നീട് കാണിക്കുന്നത് മോർട്ടിഷ്യയുടെ അടുത്തേക്ക് വരുന്ന പേഷ്യന്റ് 938നെയാണ്. ഫ്രാങ്കോയിസ് എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. വെനസ്ഡേയുടെ ഒരു ഫോട്ടോ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത ഫ്രാങ്കോയിസ് മോർട്ടിഷ്യയോട് പറയുകയാണ്, ഈ ഒരു ഏഞ്ചലാണ് എന്നെ രക്ഷിച്ചത്, എന്റെ മകനെ കണ്ടെത്താനായിട്ട് നീ സഹായിക്കണം എന്നാണ് മോർട്ടിഷ്യയോട് ഇപ്പൊ ഫ്രാങ്കോയിസ് പറയുന്നത്. മറുവശത്ത് നെവർമോർ സെമിറ്ററിയിലേക്കുള്ള ആ ഒരു റാലി പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ ടൈലറും ഇപ്പൊ കടന്നുകൂടിയിട്ടുണ്ട്. ടൈലർ വന്ന ഉടനെ തന്നെ തിങ് ബാക്കിയുള്ളവർക്ക് സിഗ്നൽ കൊടുത്തു. അങ്ങനെ എനിഡ് ഇപ്പോ നമ്മുടെ ടൈലറിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയാണ്. എനിഡിനെ ആക്രമിക്കാനായിട്ട് ടൈലർ വന്നപ്പോ തന്നെ എനിഡ് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അതൊരു ട്രാപ്പ് ആണെന്ന് നമ്മുടെ ടൈലറിന് നന്നായിട്ട് അറിയാം. നീ എന്തായാലും ഒറ്റയ്ക്കല്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും ബിയാങ്കയും ബ്രൂണോയും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. ഉടൻ തന്നെ ടൈലർ ഹൈഡായിട്ട് മാറുകയാണ്. പുറകിൽ നമ്മുടെ വെനസ്ഡേ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഒരു സിറിഞ്ചും പിടിച്ച് വരുന്നുണ്ട്. സിറിഞ്ചും വെച്ച് പണി കൊടുക്കാമെന്ന് വിചാരിച്ച് വെനസ്ഡേ ഒന്ന് ഓങ്ങിയതേ ഓർമ്മയുള്ളൂ. ടൈലർ ഒരൊറ്റ തട്ട്, അതോടുകൂടി വെനസ്ഡേ ദേ കിടക്കണ്. പക്ഷെ വീണ്ടും വെനസ്ഡേ എഴുന്നേറ്റ് വന്നിട്ട്, ഞാൻ നിന്റെ മാസ്റ്റർ ആകാൻ പോകുക, ശരിക്കും എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടൈലർ കുറച്ചു നേരം അവളെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ജനലും പൊട്ടിച്ചുകൊണ്ട് മറ്റൊരു ഹൈഡ് അങ്ങോട്ടേക്ക് വരികയാണ്. അതൊരു പെൺ ഹൈഡായിരുന്നു. മാത്രമല്ല വെനസ്ഡേയെ തല്ലാനായിട്ട് ഓങ്ങി നിൽക്കുമ്പോഴേക്കും മോർട്ടീഷ്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അതായത് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു ഹൈഡ് നമ്മുടെ ടൈലറിന്റെ അമ്മയാണ്. അതായത് ഫ്രാങ്കോയിസ് ആണ് ടൈലറിന്റെ അമ്മ. വെനസ്ഡേ അടക്കം എല്ലാവരും ഇത് കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ഉടൻ തന്നെ അമ്മയും മകനും അവിടെ നിന്ന് പോയി. മറ്റൊരു കാര്യം കൂടി മോർട്ടീഷ്യ ഇപ്പൊ വെനസ്ഡേയോട് പറയുന്നു. ഫ്രാങ്കോയിസ് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, അവളുടെ മകനെ നിലയ്ക്ക് നിർത്തിക്കോളാമെന്നും ജെറിക്കോ വിട്ട് പൊക്കോളാമെന്നും. പിന്നീട് കാണിക്കുന്നത് ഗോമസിനെയാണ്. ഗോമസ് ഇപ്പോ മോർട്ടീഷ്യയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ആ ഒരു സ്ലർപ്പ് ഉണ്ടല്ലോ അത് മറ്റാരുമല്ല ഐസക് ആണ്. ഇത് കേട്ടതും മോർട്ടീഷ്യ ഞെട്ടുന്നു. പിന്നീട് കാണിക്കുന്നത് ജൂഡിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന സ്ലർപ്പിനെയാണ്. സ്ലർപ്പ് അപ്പോ ജൂഡിയുടെ അടുത്ത്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ജൂഡി അപ്പൊ പേടിച്ച് വിറച്ചു നിൽക്കുന്നു. മറുവശത്ത് ഫ്രാങ്കോയിസ് ആകട്ടെ തന്റെ മകനായിട്ടുള്ള ടൈലറിനെ വാരിപ്പുണരുന്നതും കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എനിഡിനെയാണ്. അവളിപ്പോ ഡാൻസോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ കൈകളിൽ വരുന്ന മാറ്റം അവൾ ശ്രദ്ധിച്ചത്. അവളൊരു വോൾഫായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് അവള്. പൂർണ്ണമായിട്ടും അവളൊരു വോൾഫായി മാറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അന്നത്തെ ദിവസം ഒരു ഫുൾ മൂൺ അല്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇസഡോറ ജനലിന് പുറത്തേക്ക് നോക്കുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് 5 അവസാനിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബാക്കിയുള്ളവർക്കും അതൊരു ഉപകാരമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് ആകെപ്പാടി ഒരു ഹെൽപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. വീഡിയോ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.